വെൽക്കം ബാക്ക് ടു PSC പീടിക. ഇന്ന് നമുക്ക് 2026 മാർച്ച് മാസത്തെ PSC ചോദിക്കാൻ സാധ്യതയുള്ള വളരെ പ്രധാനപ്പെട്ട കുറച്ച് കറണ്ട് അഫയേഴ്സ് നോക്കാം. ആദ്യത്തേത് 2027 നടപ്പിലാക്കുന്ന രാജ്യത്തെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സെൻസസിന്റെ ഭാഗ്യചിഹ്നങ്ങൾ ഏതൊക്കെയാണെന്നുള്ളതാണ്. 2027 നടപ്പിലാക്കുന്ന രാജ്യത്തെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സെൻസസിന്റെ ഭാഗ്യചിഹ്നങ്ങൾ പ്രഗതി, വികാസ് എന്നിവയാണ്. പ്രഗതി, വികാസ് എന്നിവയാണ് 2027 നടപ്പിലാക്കുന്ന രാജ്യത്തെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സെൻസസിന്റെ ഭാഗ്യചിഹ്നങ്ങൾ. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അനാവരണം ചെയ്ത ഔദ്യോഗിക ചിഹ്നങ്ങളാണ് പ്രഗതി, വികാസ് എന്നിവ. സ്ത്രീ പുരുഷ പങ്കാളിത്തത്തെയും 2047 വികസിത ഭാരതം എന്ന ലക്ഷ്യത്തെയും ഇവ പ്രതീകപ്പെടുത്തുന്നു. പേപ്പർ രഹിതമായ ഈ സെൻസസ് 2026 ഏപ്രിൽ മുതൽ 2027 ഫെബ്രുവരി വരെ 2 ഘട്ടങ്ങളിലായാണ് നടത്തുന്നത്. പ്രഗതി എന്നത് സ്ത്രീ എന്യൂമറേറ്ററെയും വികാസ് എന്നത് പുരുഷ എന്യൂമറേറ്ററെയും സൂചിപ്പിക്കുന്നു. മൊബൈൽ ആപ്പുകളും വെബ് പോർട്ടലുകളും ഉപയോഗിച്ചാണ് കണക്കെടുപ്പ് നടത്തുന്നതെന്ന് ഓർക്കുക. അടുത്തത് 2026 മാർച്ചിൽ പശ്ചിമ ബംഗാൾ ഗവർണർ പദവി രാജിവെച്ച മലയാളി CV ആനന്ദബോസ് ആണ്. CV ആനന്ദബോസ് ആണ് 2026 മാർച്ചിൽ പശ്ചിമ ബംഗാൾ ഗവർണർ പദവി രാജിവെച്ച മലയാളി. അവിടുത്തെ പുതിയ ഗവർണർ RN രവിയാണ്. പശ്ചിമ ബംഗാളിന്റെ പുതിയ ഗവർണറായി ചുമതലയേറ്റത് RN രവിയാണ്. 2026 മാർച്ചിൽ പശ്ചിമ ബംഗാൾ ഗവർണർ പദവി രാജിവെച്ച മലയാളി CV ആനന്ദബോസും പുതിയ ഗവർണർ RN രവിയുമാണ്. നെക്സ്റ്റ്, പശ്ചിമേഷ്യൻ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ ഇറാൻ അടച്ച കടലിടുക്ക് ഹോർമൂസ് കടലിടുക്കാണ്. പശ്ചിമേഷ്യൻ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ ഇറാൻ അടച്ച കടലിടുക്ക് ഹോർമൂസ് കടലിടുക്ക്. അടുത്തത് 2026 മാർച്ചിൽ ഇറാന്റെ പരമോന്നത നേതാവായി ചുമതലയേറ്റത് മുജ്തബ ഖമനേയി ആണ്. 2026 മാർച്ചിൽ ഇറാന്റെ പരമോന്നത നേതാവായി ചുമതലയേൽക്കുന്നത് മുജ്തബ ഖമനേയി ആണ്. അടുത്തത് രാജസ്ഥാനിലെ മൗണ്ട് അബുവിനെ പുനർനാമകരണം ചെയ്തത് അബുരാജ് എന്നാണ്. അബുരാജ് എന്നാണ് രാജസ്ഥാനിലെ മൗണ്ട് അബുവിനെ പുനർനാമകരണം ചെയ്തത്. അപ്പം മൗണ്ട് അബു ഇനി അബുരാജ് എന്നറിയപ്പെടും. അടുത്തത് കേരളത്തിലെ കാർഷിക മേഖലയെ കാലാവസ്ഥാ വ്യതിയാനങ്ങളിൽ നിന്ന് സംരക്ഷിക്കുന്നതിനും കർഷകരുടെ വരുമാനം വർദ്ധിപ്പിക്കുന്നതിനുമായി സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതിയുടെ പേരാണ് കേര. അപ്പോൾ കേര എന്നത് കേരളത്തിലെ കാർഷിക മേഖലയെ കാലാവസ്ഥാ വ്യതിയാനങ്ങളിൽ നിന്ന് സംരക്ഷിക്കുന്നതിനും കർഷകരുടെ വരുമാനം വർദ്ധിപ്പിക്കുന്നതിനുമായി സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതിയാണ്. നെക്സ്റ്റ്, വയനാട് ദുരന്തബാധിതർക്കായി സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന മാതൃകാ ടൗൺഷിപ്പിന്റെ 1ാം ഘട്ട ഉദ്ഘാടനം നടന്നത് എൽസ്റ്റൺ എസ്റ്റേറ്റിലാണ്. എൽസ്റ്റൺ എസ്റ്റേറ്റിലാണ് വയനാട് ദുരന്തബാധിതർക്കായി സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന മാതൃകാ ടൗൺഷിപ്പിന്റെ 1ാം ഘട്ട ഉദ്ഘാടനം നടന്നത്. നെക്സ്റ്റ്, നക്ഷത്ര നിരീക്ഷണത്തിനായി ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ഡാർക്ക് സ്കൈ പാർക്ക് ആരംഭിച്ചത് തമിഴ്നാട്ടിലെ കൊല്ലിമലയിലാണ്. നക്ഷത്ര നിരീക്ഷണത്തിനായി ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ഡാർക്ക് സ്കൈ പാർക്ക് ആരംഭിച്ചത് കൊല്ലിമല, തമിഴ്നാട്ടിലാണ്. നെക്സ്റ്റ്, സ്കൂൾ വിദ്യാർത്ഥികൾക്കായി ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ ആവിഷ്കരിച്ച പ്രത്യേക ശാസ്ത്ര പരിശീലന പരിപാടിയാണ് യുവ വിജ്ഞാനി കാര്യക്രം, യുവിക എന്നറിയപ്പെടുന്നത്. സ്കൂൾ വിദ്യാർത്ഥികൾക്കായി ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ ISRO ആവിഷ്കരിച്ച പ്രത്യേക ശാസ്ത്ര പരിശീലന പരിപാടിയുടെ പേര് യുവ വിജ്ഞാനി കാര്യക്രം എന്നാണ്. നെക്സ്റ്റ്, 2025-26 രഞ്ജി ട്രോഫി കിരീടം നേടിയത് ജമ്മു കാശ്മീരാണ്. ജമ്മു കാശ്മീരാണ് 2025-26 രഞ്ജി ട്രോഫി കിരീടം നേടിയത്. ജമ്മു കാശ്മീരിന്റെ ആദ്യ കിരീടമാണിത്. റണ്ണറപ്പായത് കർണാടകയാണ്. ജമ്മു കാശ്മീർ പരാജയപ്പെടുത്തിയത് കർണാടകയാണെന്ന് ഓർക്കുക. ഇപ്പോൾ 2025-26 രഞ്ജി ട്രോഫി കിരീടം നേടിയത് ജമ്മു കാശ്മീർ, റണ്ണറപ്പായത് കർണാടക. വരുന്ന PSC പരീക്ഷകളിൽ ചോദിക്കാൻ സാധ്യതയുള്ള 2026 മാർച്ച് മാസത്തെ വളരെ പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സുകളാണ് നമ്മളിപ്പോൾ നോക്കിയത്. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്